ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മുട്ടയും ഒരു റോബസ്റ്റും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. വെറും 10 മിനിറ്റിൽ നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണാൻ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് താഴെ കാണുന്ന ഒരു കുഞ്ഞു ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുട്ടയാണ് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും കേക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ അധികം തണുപ്പില്ലാത്ത മുട്ട എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഫ്രിഡ്ജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മുന്നേ പുറത്തോട്ട് വെച്ചാൽ മതി. അടുത്തതായിട്ട് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു കപ്പ് മൊത്തമായിട്ട് ചേർത്തിട്ടില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മധുരമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് തന്നെ ചേർത്തോളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പഞ്ചസാര എടുക്കുന്ന സമയത്ത് പൊടിച്ച പഞ്ചസാര ചേർക്കാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇത് മിക്സ് ആയി കിട്ടും കേട്ടോ. അടുത്തതായിട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടാക്കിയ പാലൊന്നുമില്ല, സാധാ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്ത് കേക്ക് ഉണ്ടാക്കുമ്പോഴും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ. അടുത്തതായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൗഡർ ചേർത്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര എടുത്തിട്ടുള്ള അതേ കപ്പിൽ നമ്മൾ മൈദ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂന്നും കൂടെ ഒന്ന് തരിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ കോൺഫ്ലവർ എന്തിനാണ് ചേർത്തതെന്ന് വെച്ചാൽ, കോൺഫ്ലവർ നമ്മൾ പൊതുവേ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ചേർക്കാന്നുണ്ടെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. പലരും ചേർക്കാറില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ എടുത്ത് പറയാൻ കാരണം. ഇനി ഇത് നല്ല രീതിയിൽ കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നമ്മുടെ ബാറ്റർ നല്ല രീതിയിൽ തന്നെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. സാധാ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർക്കുക, അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് ബാറ്റർ അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു പാൻ എടുക്കാം. ഞാനിവിടെ ഈ ഒരു പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബട്ടർ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടർ നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നമുക്കിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ബട്ടറൊക്കെ നല്ല രീതിയിൽ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 2 പഴം കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 റോബസ്റ്റ് ആണ് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ റോബസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മൈസൂർ പഴമല്ലേ കുറച്ച് വലിയ ടൈപ്പ്, അത് വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മൾ റോബസ്റ്റ് വെച്ച് ചെയ്യുമ്പോഴാണ് ഈ കേക്കിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. നമ്മൾ സാധാ റോബസ്റ്റ് കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോഴും റോബസ്റ്റ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാറ്റർ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പഴത്തിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും പഴം കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മൊത്തത്തിൽ ഇതിൽ ഒഴിച്ചതിന് ശേഷം മാത്രം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മൊത്തം ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇതിൻ്റെ ആവിയൊന്നും പുറത്ത് പോകാത്ത വിധത്തിൽ നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കണം. നമ്മൾ സാധാ സ്പോഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ കവർ ചെയ്തെടുക്കില്ല, അതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പം ഞാനിത് നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ലോ ഹീറ്റിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടുന്ന മാക്സിമം ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ് കേട്ടോ. അപ്പോൾ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും നമ്മുടെ ഈ ഒരു കേക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്കൊക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, ഇതിൻ്റെ ഉൾഭാഗം കൂടെ വെന്തുണ്ടോ എന്ന്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴം ഒട്ടും തന്നെ കരിയെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ. സാധാ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന അതേ രീതിയിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ റോബസ്റ്റിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വരുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിലും ഒരിക്കലും ഫ്ലോപ്പായി പോകില്ല കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിനൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുമാത്രമല്ല നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.